സ്വർഗത്തിൽ എല്ലാവർക്കും വലിയ തിരക്കായിരുന്നു. ഭൂമിയിൽ ഇതാ ഉണ്ണീശു പറക്കാൻ പോകുന്നു. എല്ലാ മാലാഖമാരും തങ്ങളുടെ ചിറകുകൾ മിനുക്കി വെള്ള വസ്ത്രം ധരിച്ച് പാട്ടുപാടാൻ തയ്യാറാക്കി നിൽക്കുന്നു. എന്നാൽ കൂട്ടത്തിൽ ഒരു കുട്ടി മാലാഖ മാത്രം, സ്റ്റെല്ല എന്ന മാലാഖ മാത്രം വിഷമത്തിലായിരുന്നു. കാരണം അവൾക്ക് പറക്കാൻ പേടിയായിരുന്നു. മറ്റു വലിയ മാലാഖമാർ ആകാശത്തിൽ പറക്കുന്നത് കാണുമ്പോൾ സ്റ്റെല്ല മേഘങ്ങളുടെ പുറകിൽ ഒളിച്ചിരിക്കും. മറ്റു വലിയ മാലാഖമാർ പാട്ടുപാടി ഭൂമിയിലെത്തിയപ്പോൾ സ്റ്റെല്ല മാത്രം ഒരു നക്ഷത്രത്തിന്റെ വാലിൽ തൂങ്ങി ഭൂമിയിലെത്തി. പുൽക്കൂട്ടിന് അടുത്തെത്തിയപ്പോൾ മറ്റു മാലാഖമാർ പാട്ടുപാടുന്ന അവൾ കണ്ടു. അവൾ മെല്ലെ പുൽക്കൂട്ടിനുള്ളിലേക്ക് തലയിട്ട് നോക്കി. അവിടെ ഉറങ്ങാതെ ഉണ്ണീശ്വരനെ കണ്ടു. പക്ഷെ ഉണ്ണീശ്വരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചുറ്റുള്ള മാലാഖമാരൊന്നും അത് കണ്ടില്ല. കാരണം അവളെല്ലാവരും പാട്ടുപാടുന്ന തിരക്കിലായിരുന്നു. സ്റ്റെല്ലയ്ക്ക് അത് വളരെ വിഷമമുളവാക്കി. സ്റ്റെല്ല തന്റെ കുഞ്ഞു ചിറകുകൊണ്ട് ഉണ്ണീശോയെ പൊതിയെ നോക്കിയെങ്കിലും സാധിച്ചില്ല. അപ്പോഴാണ് സ്റ്റെല്ല ഒരു കാര്യം ചെയ്തത്. സ്റ്റെല്ല തന്റെ ചിറകിൽ നിന്ന് ഓരോ തൂവലുകൾ എടുത്ത് ഉണ്ണീശോനെ മൂടി. അപ്പോൾ ഉണ്ണീശോയുടെ വിറയൽ നിന്നു. ഉണ്ണീശോ ശാന്തനായി. അപ്പോൾ ഉണ്ണീശോയുടെ കൈകൾ നീട്ടി സ്റ്റെല്ലയുടെ വിരലുകളിൽ പിടിച്ചു. അപ്പോൾ സ്റ്റെല്ലയുടെ പേടി മാറി. കൂട്ടുകാരെ,